എല്ലാവർക്കും നമസ്കാരം. ഇറ്റലിയിൽ കെയർ ഗീവർ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇപ്പോൾ ഈ ജോലി ചെയ്യുന്നവർക്കും വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു ഇറ്റാലിയൻ ക്ലാസ്സുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. ഇതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം കൂടി ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇറ്റാലിയൻ ഭാഷയുടെ അടിസ്ഥാന പാഠങ്ങൾ ഞാൻ ഈ ചാനലിലൂടെ സൗജന്യമായി തന്നെ നൽകുന്നുണ്ട്. എന്നാൽ കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കെയർ ഗീവർ ജോലിക്ക് ആവശ്യമായ സംഭാഷണങ്ങൾ, ഒപ്പം തന്നെ ഇന്റർവ്യൂ തയ്യാറെടുപ്പ്, ദിവസേന ഉപയോഗിക്കുന്ന ഇറ്റാലിയൻ വാക്യങ്ങൾ എന്നിവ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി നമ്മുടെ ചാനലിലെ മെമ്പർഷിപ്പ് ക്ലാസ്സുകളും ഇപ്പോൾ ലഭ്യമാണ്. നമ്മുടെ മെമ്പേഴ്സിനായിട്ട് പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന ഇറ്റാലിയൻ ലാംഗ്വേജ് ക്ലാസ്സുകളും കൂടാതെ നേരിട്ടുള്ള സംശയ നിവാരണ സഹായവും ലഭ്യമാക്കുന്നുണ്ട്. ഇറ്റാലിയൻ ഭാഷ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളുടെ മെമ്പർഷിപ്പിൽ ചേരാം. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ബേസിക് ആയിട്ടുള്ള ഇറ്റാലിയൻ വാക്കുകളിൽ നിന്നാണ്. ശേഷം അത് ഉപയോഗിച്ചുള്ള ചെറിയ ചെറിയ സെന്റൻസുകൾ നമുക്ക് പഠിക്കാം. നമുക്ക് തുടങ്ങാം. ആദ്യത്തെ വാക്ക് ലവോറോ. ഇറ്റാലിയൻ ഭാഷയിൽ ജോലിക്ക് നമ്മൾ ലവോറോ എന്നാണ് പറയുന്നത്. ഇനി ഇത് ഉപയോഗിച്ച് ഒരു സെന്റൻസും കൂടെ നമുക്ക് പഠിക്കാം. ഫാച്ചോ ഇൽ ലവോറോ. ഞാൻ ജോലി ചെയ്യുന്നു. ഇവിടെ നമ്മൾ ആദ്യം ലവോറോ എന്നൊരു വാക്കാണ് കണ്ടത്. പിന്നീട് അതിനെ ഞാൻ സെന്റൻസിലേക്കാക്കി മാറ്റി. ഇങ്ങനെ പഠിക്കുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥവും ഉപയോഗവും ഒരുമിച്ച് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതനുസരിച്ച് ഇറ്റാലിയൻ ഭാഷ വേഗത്തിൽ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. അപ്പോൾ ഇനി അടുത്ത വാക്കിലേക്ക് പോകാം. ഇനി നമുക്ക് വീട് എന്ന് ഇറ്റാലിയൻ എങ്ങനെ പറയാമെന്ന് നോക്കാം. കാസ. ഇനി ഇത് ഉപയോഗിച്ചുള്ള ഒരു സെന്റൻസ് നമുക്ക് നോക്കാം. പുളിസ്കോ ല കാസ. ഞാൻ വീട് വൃത്തിയാക്കുന്നു. ഇനി നോക്കാം സമയം ഇതെങ്ങനെ ഇറ്റാലിയൻ പറയാമെന്ന്. തെമ്പോ. ഇത് ഉപയോഗിച്ചുള്ള സെന്റൻസ് നോക്കാം. നോണോ തെമ്പോ. എനിക്ക് സമയമില്ല. ഇനി നോക്കാം സഹായം എന്ന് ഇറ്റാലിയൻ ഭാഷയിൽ എങ്ങനെ പറയാമെന്ന്. അയൂത്തോ. ഇനി നോക്കാം എനിക്ക് സഹായം വേണം. ഇത് ഇറ്റാലിയൻ എങ്ങനെ പറയാമെന്ന് നോക്കാം. ബിസോഗ്നോ ദി അയൂത്തോ. ഇനി നമുക്ക് കുറച്ച് ഡെയിലി വർക്കുകൾ നോക്കാം. പുളീരെ വൃത്തിയാക്കുക. പുളിസ്കോ ല stanza. ഞാൻ മുറി വൃത്തിയാക്കുന്നു. കുച്ചിനാരെ പാചകം ചെയ്യുക. മിയ മാദ്രെ sa cucinare molto bene. എൻ്റെ അമ്മയ്ക്ക് വളരെ നന്നായി പാചകം ചെയ്യാൻ അറിയാം. ഇനി ഇറ്റാലിയൻ ഭാഷയിൽ കഴുകുക എന്ന് എങ്ങനെ പറയാമെന്ന് നോക്കാം. ലവാരെ. ലാവോ ഇ പിയാത്തി. ഞാൻ പാത്രങ്ങൾ കഴുകുന്നു. കമ്പിയാരെ മാറ്റുക. ഇനി ഇത് ഉപയോഗിച്ചുള്ള സെന്റൻസ് നോക്കാം. കാമ്പിയോ ല ലെൻസോള. ഞാൻ ബെഡ്ഷീറ്റ് മാറ്റുന്നു. പ്രിപ്പറാരെ തയ്യാറാക്കുക. പ്രിപ്പാരോ ല ചേന. ഞാൻ ഡിന്നർ തയ്യാറാക്കുന്നു. ഇനി നമ്മൾ കാണുന്നത് ഒരു കെയർ ഗീവർ ജോലിയിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് സെന്റൻസുകളാണ്. cosa devo fare oggi. ഇന്ന് ഞാൻ എന്ത് ചെയ്യണം. ഇനി ഈ സെന്റൻസ് എൻ്റെ ഒപ്പം ഒന്നുകൂടി പറഞ്ഞു നോക്കുക. cosa devo fare oggi. ഇനി അടുത്തത് നോക്കാം. ഓ ഫിനിത്തോ ഇൽ ലവോറോ. ഞാൻ ജോലി പൂർത്തിയാക്കി. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഓ ഫിനിത്തോ ഇൽ ലവോറോ. പോസോ ഇനിസിയാരെ അദേസോ. ഞാൻ ഇപ്പോൾ തുടങ്ങാമോ. പോസോ ഇനിസിയാരെ അദേസോ. അബിസോഗ്നോ ദി അയൂത്തോ. സഹായം വേണോ. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ആ ബിസോഗ്നോ ദി അയൂത്തോ. വോളെ മഞ്ചാരെ. താങ്കൾക്ക് ഭക്ഷണം കഴിക്കണോ എന്ന് നമ്മൾ ഇറ്റാലിയൻ ഭാഷയിൽ ചോദിക്കുന്നത് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ താങ്കൾ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള അർത്ഥങ്ങളാണ്. അപ്പോൾ ഈ ഒരു സെന്റൻസ് ഒന്നുകൂടെ പറഞ്ഞു നോക്കല്ലേ. വോളെ മഞ്ചാരെ. വോളെ ബേറെ ആക്വാ. ഇപ്പം നമ്മൾ ചോദിച്ചിരിക്കുന്നത് താങ്കൾക്ക് വെള്ളം കുടിക്കണോ.
അപ്പോൾ നമുക്കിതൊന്നുകൂടെ പറഞ്ഞു നോക്കാം. വോളെ ബേറെ ആക്വ. എ ഓറ ദെല്ല മെഡിച്ചീന. ഇപ്പോൾ മരുന്ന് കഴിക്കാനുള്ള സമയമാണ്. ഇതൊന്നുകൂടി നമുക്ക് പറഞ്ഞു നോക്കാം. എ ഓറ ദെല്ല മെഡിച്ചീന. അപ്രേസോല മെഡിച്ചീന. താങ്കൾ മരുന്ന് കഴിച്ചോ എന്ന് നമ്മൾ ഇറ്റാലിയൻ പറയുന്നത് ഇങ്ങനെയാണ്. അതേസമയം താങ്കൾ മരുന്ന് എടുത്തോ എന്നും പറയാം. ദോവെയ ഡൊളോറെ. വേദന എവിടെയാണ്? ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ദോവെ ആ ഡൊളോറെ. മിസൂറോ ല പ്രസിയോണെ. ഞാൻ BP പരിശോധിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. മിസൂറോ ല പ്രസിയോണെ. ലെസ്തോ ദാന്തോ ല മെഡിച്ചീന. ഞാനിപ്പോൾ മരുന്ന് നൽകുകയാണ്. ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. ലെ സ്തോ ദാന്തോ ല മെഡിച്ചീന. അയൂത്തോ ആ കമിനാറെ. ഞാൻ നടക്കാൻ സഹായിക്കുന്നു. വീണ്ടും പറഞ്ഞു നോക്കാം. അയൂത്തോ ആ കമിനാറെ. തൂത്തോ എ പ്രോന്തോ. എല്ലാം തയ്യാറാണ്. തൂത്തോ എ പ്രോന്തോ. ഇന്നത്തെ ഇറ്റാലിയൻ വാക്കുകളും സെന്റൻസുകളും എല്ലാം പഠിച്ചെടുക്കാൻ ഈസി ആയിരുന്നില്ലേ? എല്ലാം കൃത്യമായി തന്നെ നോട്ട് ചെയ്യുക, റിപ്പീറ്റ് ആയിട്ട് കേട്ട് നോക്കുക, എൻ്റെ ഒപ്പം തന്നെ ഉച്ചരിച്ച് തുടങ്ങുക. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനകരമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ ഇറ്റലിക്ക് വരാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കണേ. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവരോടും ഒത്തിരി നന്ദി. ഗ്രാസിയെ അരിവിദാർച്ചി.